ഒരു പെണ്ണ് അവിടെ കുടുംബ പ്രശ്നമൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നതേ. അപ്പോൾ അവരുടെ കൂടെ തന്നെ വേറൊരു പെണ്ണും കൂടെ ഉണ്ട്. അപ്പോൾ അവളെ പുതിയാപ്പിളിനെ കുറിച്ചാണ്, ഭർത്താവിനെ കുറിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ് അവൾ പറഞ്ഞു തുടങ്ങിയത്. ഏകദേശം 1 മണിക്കൂറോളം അവൾ പരാതികൾ പറഞ്ഞു. പക്ഷേ അവളെക്കാളും പരാതികൾ പറയുന്നത് കൂടെയുള്ള ഈ പെണ്ണാ. അപ്പോൾ ഞാൻ ഓർത്തത് ചിലപ്പോൾ മൂപ്പരെ പെങ്ങളേക്കാരം, അതല്ലെങ്കിൽ മൂപ്പര ഉമ്മേ ആരെങ്കിലുമൊക്കെ ഇരിക്കും, മൂപ്പര വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഇരിക്കും. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇതാരാണെന്ന്. ഓൾ എൻ്റെ അയൽവക്കക്കാരത്തിയാണെന്ന്. ആരേനി? തൊട്ടപ്പുറത്തെ അയൽവാസിയാണല്ലോ. പ്രിയപ്പെട്ടവരെ, വ്യക്തമായ നിർദ്ദേശം പരിശുദ്ധ ഇസ്ലാമിലുണ്ട്. ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ ന്യൂനതകൾ പുറത്തു പറയാൻ പാടില്ല. ഒരിക്കലേ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മകളെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വരിക. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിലെത്തി. അപ്പോൾ റസൂൽ എത്തുന്നതിന് തൊട്ട് മുമ്പേ അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമയും തമ്മിൽ ഒരു ചെറിയൊരു സംസാരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിണക്കം എന്നതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല, ചെറുതായിട്ട് അവർ രണ്ടുപേരും ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ വാപ്പ വന്ന സമയത്ത് വാപ്പ വന്നിട്ട് അലിയെ ചേർത്ത് പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല അലി, എൻ്റെ മോൾ എങ്ങനെയുണ്ട്? എൻ്റെ മോള് ഫാത്തിമ അല്ലേ, അവൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുക മരുമോൻ്റെ അടുത്ത്. അപ്പോൾ ഫാത്തിമ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്, ഉപ്പ പറയും എൻ്റെ ഉപ്പാനോട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എൻ്റെ ഉപ്പാനോട് ഇപ്പോൾ പരാതിയായി പറയും ഇങ്ങനെ പ്രതീക്ഷിച്ചുള്ളിൽ നിൽക്കുക കേട്ടോ. പക്ഷെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങളെ മോള് സൂപ്പറാട്ടോ, നിങ്ങളെ മോള് അടിപൊളിയാണ്, ഓക്കെ ഒരു പ്രശ്നമില്ല, ഓള് വൈബാണ്. നമ്മളെ പുതിയ ഭാഷ, നമ്മളെ കുട്ടികളെ പുതിയ ലാംഗ്വേജ് അങ്ങനെ, ഓള് വൈബാണ്, ഓള് അടിപൊളിയാണ്, ഓള് സൂപ്പറാണ് കേട്ടോ എന്ന് വാപ്പാനോട് അമ്മശാങ്കനോട് പറയാ. അങ്ങനെ വാപ്പ പോയി കഴിഞ്ഞപ്പോൾ ഫാത്തിമ അത്ഭുതപ്പെട്ട് വന്നിട്ട്